കായംകുളം എം.എൽ.എ. യു പ്രതിഭയുടെ മകനെതിരെ കഞ്ചാവ് കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നീക്കം. യു പ്രതിഭ നൽകിയ പരാതിയെ തുടർന്നാണ് നീക്കമുണ്ടാകുന്നത്. കുട്ടനാട് എക്സൈസ് CI ജയരാജ്, റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരുടെ മൊഴി ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ രേഖപ്പെടുത്തി. ഡിസംബർ 28-നാണ് തകഴിയിൽ നിന്ന് യു പ്രതിഭ എം.എൽ.എയുടെ മകൻ കനിവടക്കം 9 പേരെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത്. തകഴി പുലിമുഖം ബോട്ടുചെട്ടിക്ക് സമീപം ഒരു സംഘം യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന സന്ദേശം കിട്ടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു യുവാക്കൾ കസ്റ്റഡിയിലായത്. തുടർന്ന് പൊതുസ്ഥലത്ത് കഞ്ചാവ് വലിച്ചതിന് ഇവർക്കെതിരെ കേസെടുത്തു. കേസിൽ 9ാം പ്രതിയായിരുന്ന കനിവടക്കമുള്ളവർക്കെതിരെ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് എക്സൈസ് ചുമത്തിയത്. ഇവരെ ഉടൻ തന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. എന്നാൽ തന്റെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല എന്ന വാദവുമായി യു പ്രതിഭ എം.എൽ.എ. പരസ്യമായ രംഗത്തെത്തിയതോടെ സംഭവം വിവാദമായി. നിയമസഭയിലും CPM ജില്ലാ സമ്മേളനത്തിലും എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആഞ്ഞടിച്ച യു പ്രതിഭ തുടർന്ന് മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും എക്സൈസ് കമ്മീഷണർക്കും പരാതിയും നൽകി. ഇതേ തുടർന്നാണ് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറിനെ അന്വേഷണ ചുമതലയേൽപ്പിച്ചത്. കുട്ടനാട് എക്സൈസ് CI ജയരാജ്, റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരുടെ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. എം.എൽ.എയുടെ മകനടക്കമുള്ളവരെ പിടികൂടിയ എക്സൈസ് സംഘത്തിലെ മുഴുവൻ പേരുടെയും മൊഴിയെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ചുപേരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണത്തിന് ശേഷം ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. ജനം, ആലപ്പുഴ.